വേതന വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആശാ വർക്കേഴ്സ് നടത്തുന്ന സമരം 17ാം ദിവസത്തിലേക്ക്. സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സിന് പിന്തുണയേറുകയാണ്. RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ രാവിലെ 11-ന് സമരക്കാരെ സന്ദർശിക്കും. സലീം മാലിക് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. സലീം, അധിക്ഷേപവും ഭീഷണിയുമൊക്കെ ഒരു ഭാഗത്ത് സമരക്കാർക്ക് നേരെ അതിശക്തമായി ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ പിന്നോട്ടില്ല എന്നവർ വ്യക്തമാക്കുന്നു. 17 ദിവസം പിന്നിടുകയാണ്. സർക്കാർ ഇപ്പോഴും മുഖം തിരിഞ്ഞു നിൽക്കുകയാണ്. സലീം, റിജിത്ത്, ഏറ്റവും അവസാനമായി സമരക്കാർക്ക് നേരെ സർക്കാർ പ്രയോഗിച്ചിരിക്കുന്നത് ഒരു തരത്തിലുള്ള പിരിച്ചുവിടൽ ഭീഷണിയാണ്. കാരണം ഈ സമരം ചെയ്യുന്ന ആശമാരുടെ കണക്കെടുക്കുക, അതിനുശേഷം ഈ മറ്റ് ആശമാരെ എവിടെയൊക്കെയാണ് ഒഴിവുള്ളത് അവിടെയൊക്കെ പുതുതായി ആശമാരെ നിയമിക്കുക എന്നുള്ളതാണ് സർക്കാർ DMOമാർക്ക് നൽകിയിരിക്കുന്ന ഒരു ഉത്തരവ്. അത് ഒരർത്ഥത്തിൽ ഈ സമരക്കാരെ ഭയപ്പെടുത്താൻ ഒരു പിരിച്ചുവിടൽ ഭീഷണിയാണ്. പക്ഷേ അതിനൊന്നും ഇവർ വഴങ്ങുന്നില്ല എന്നുള്ളതാണ്. കാരണം ഓരോ ദിവസവും ഏറി വരുന്ന പിന്തുണയ്ക്കപ്പുറത്തേക്ക് ഇവർ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ, അവരുടെ ഒരു സമരവീര്യം ആ നിലയിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ്. ഇവർ പറയുന്നത് ആ നിലയിൽ ആരെയെങ്കിലും വളരെ വേഗത്തിൽ ആശമാരായി പുതുതായി നിയമിക്കാൻ കഴിയില്ല. കാരണം ഒരു ഡോക്ടർക്ക് കീഴിൽ വിവിധ പരിശീലനങ്ങൾ 9 പരിശീലനങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് സംസ്ഥാനത്തെ ആശമാരെ തിരഞ്ഞെടുക്കുന്നത്. അതിന് മാനദണ്ഡങ്ങളുണ്ട്. അതല്ലാതെ ഏതെങ്കിലും നിലയിൽ കുറച്ച് ആശമാരെ നിയമിക്കുകയല്ല എന്നുള്ളതാണ്. ഇനി അഥവാ അങ്ങനെ പുതിയ ആശമാരെ എടുക്കുന്നെങ്കിൽ എടുത്തോളൂ, അത് ഏതു നിലയിലുള്ള തൊഴിൽ ലംഘനമാണ്. കാരണം ഇവർ ഒരു സമരത്തിനൊരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു, ഉയർത്തിയിരിക്കുന്നു. ആ ആവശ്യം ചർച്ച ചെയ്യാതെ, ആവശ്യം പരിഹരിക്കാതെ സമരം എന്ന നിലയിൽ തുടരുന്നവരെ ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ പിരിച്ചുവിടാൻ കഴിയുമോ എന്നതുൾപ്പെടെയുള്ള വിവിധ ചോദ്യങ്ങൾ ഇവർ ഉയർത്തുന്നുണ്ട്. എന്തായാലും പ്രതിപക്ഷത്തിൻ്റെതുൾപ്പെടെ വലിയ പിന്തുണ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സമരവേദിയിൽ കണ്ടതാണ്. സാംസ്കാരിക രംഗത്ത് നിന്നുള്ള വിവിധ ആളുകൾ ഇവിടേക്ക് എത്തുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ എല്ലാ മേഖലയിൽ നിന്നുള്ള ആളുകളുടെയും പിന്തുണ ഇവർക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ 17ാം ദിവസം, അതായത് സമീപകാലത്ത് സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ സർക്കാരിനെതിരെ നടന്ന ഏറ്റവും വലിയ പ്രതിഷേധം, ഏറ്റവും വലിയ പ്രക്ഷോഭം എന്ന് നമുക്ക് ഉറപ്പായും പറയാൻ കഴിയുന്ന ഇതാണ്. അതിലെ ആൾക്കൂട്ടത്തെ പോലും കുറയ്ക്കാൻ സർക്കാരിന് ഈ വിവാദ ഉത്തരവുകൾ കൊണ്ടൊന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ്. ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഏറ്റവും പുതുതായി വന്നിരിക്കുന്നത് പുതിയ ആശമാരെ ഈ ഒഴിവ് നികത്തി നിയമിക്കണം എന്നുള്ളതാണ്. അതായത് അത് ഒരർത്ഥത്തിൽ ഒരു പിരിച്ചുവിടൽ ഭീഷണിയാണ്. നിങ്ങൾ ഭയന്ന് പിന്മാറുന്നുണ്ടോ? ഇല്ല, ഞങ്ങൾ ഒരിക്കലും ഭയന്ന് പിന്മാറത്തില്ല. ഞങ്ങൾ ആശമാരെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക. അങ്ങനൊരു ഞങ്ങൾക്ക് വരുന്നില്ല. ഞങ്ങൾ മുമ്പോട്ട് തന്നെ പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകത്തില്ല. ഞങ്ങളുടെ നാട്ടുകാർ പോലും അതിന് സമ്മതിക്കത്തില്ല. അഥവാ പുതിയ ആൾക്കാരെ വീട്ടിലോട്ട് കൊണ്ടുവരുവാണെങ്കിൽ തന്നെ അവർ ഈ പറഞ്ഞ കണക്ക് അവരെ ബോധമില്ലാത്തവരൊന്നും അല്ലല്ലോ. ഞങ്ങൾ ചെന്നിട്ട് തന്നെ അവർ ചോദിക്കുന്നുണ്ട് എത്ര ട്രെയിനിങ് കഴിഞ്ഞാണ്, എവിടെയാണ് ട്രെയിനിങ് കഴിഞ്ഞാൽ അങ്ങനെ വന്നിട്ടുള്ള ആൾക്കാരാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം വേറൊരാൾക്ക് പുതിയതായിട്ട് ചെന്നാലും ഒന്ന് ID കാർഡ് വേണം. കാർഡില്ല, ഒന്നും ചുമ്മാ ചെന്നാൽ ഒന്നും സമ്മതിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് തന്നെ പോകും. ഇപ്പോൾ ആ നിലയിൽ ഏതെങ്കിലും തരത്തിലൊരു പിരിച്ചുവിടലിലേക്ക് കാര്യങ്ങൾ പോയാൽ എന്തായിരിക്കും നിങ്ങളുടെ നിലപാട്? നമുക്ക് പേടിയില്ല, ഞങ്ങൾ പിന്മാറത്തില്ല ഈ സമരത്തിൽ നിന്ന്. ഞങ്ങൾ ഇവിടെ തന്നെ കിടക്കും. ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പോകുന്നത് ഞങ്ങളുടെ കാര്യങ്ങൾ നിറവേറ്റിക്കൊണ്ടായിരിക്കും. അല്ലെങ്കിൽ ഞങ്ങളുടെ പുറകെ ആൾക്കാരല്ല, ജനങ്ങൾ ഇളകും, ജനങ്ങളുണ്ടാവും ഞങ്ങളുടെ കൂടെ. റിജിത്ത്, അത് തന്നെയാണ്. അതായത് കഴിഞ്ഞ 17 ദിവസമായി സർക്കാർ വിവിധ സമ്മർദ്ദ തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നതാണ് നമ്മൾ കാണുന്നതുമാണ്. ഈ സമരത്തിന്റെ 4ാം ദിവസം ഒരു കുടുംബ സംഗമം തീരുമാനിച്ച ആ ദിവസമാണ് ആരോഗ്യമന്ത്രി ഒരു പഠനവും നടത്താതെ ഒരു ചർച്ചയ്ക്ക് വിളിച്ചത്. ആ ചർച്ച പരാജയപ്പെട്ടു. അതിന് പിന്നാലെ ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായി. നേരത്തെ അനുവദിച്ച പണം ഈ ആശമാർക്ക് വീണ്ടും അനുവദിച്ചു എന്നൊരു ഉത്തരവിറക്കി. അതിനുശേഷം ആശമാരുടെ ഈ ഓണറേറിയം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വെച്ച് ഒരു മാസം 13,000-ലധികം രൂപ ലഭിക്കും എന്ന സർക്കാരിന്റെ തന്നെ പ്രചരണം ഉണ്ടായി. പക്ഷേ ഇതൊന്നും എവിടെയും ഏശിയില്ല എന്ന് മാത്രമല്ല, പൊതുസമൂഹത്തിന്റെ പിന്തുണ പോലും സർക്കാരിന് ആ വിഷയത്തിൽ നേടിയെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രവും അല്ല, ആ പൊതുസമൂഹം അപ്പാടെ ഇവർക്ക് ആശമാർക്ക് പിന്തുണ നൽകുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഈ സമരക്കാർ ആ വർദ്ധിത വീര്യത്തോടു കൂടിയുള്ള സമരത്തിലാണ്. 17ാം ദിവസമായി ഇന്ന് RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ ഈ വേദിയിലേക്ക് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇന്ന് 11 മണിയോടുകൂടി ഷിബു ബേബി ജോൺ ഇവിടേക്ക് എത്തും. സലീം മാലിക് സമരവേദിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ആശാ വർക്കേഴ്സിന്റെ സമരം 17ാം ദിവസത്തിൽ.